മഹാഭാരതത്തിലെ ആദ്യ പർവത്തിൽ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിലേക്ക് വന്ന് സർപ്പങ്ങളെ നാഗവംശത്തെ രക്ഷിച്ച ആസ്തികൻ എന്ന് പറയുന്ന ബാലമുനിയുടെ ഒരു കഥയുണ്ട്. മഹാഭാരത കഥയുടെ പ്രധാന മുഹൂർത്തം കുരുക്ഷേത്രമാണെന്നും അവിടെ നടന്നത് മനുഷ്യക്കുരുതിയാണെന്നുമെല്ലാം മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കും കേട്ടറിഞ്ഞിട്ടുള്ളവർക്കും അറിയാം. എന്നാൽ ഈ ആദിപർവത്തിൽ ജനമേജയന്റെ സർപ്പസത്രത്തിലേക്ക് വന്ന് ഒരു വംശത്തെ മുഴുവൻ തന്റെ ജ്ഞാനവും അറിവും കൊണ്ട് രക്ഷപ്പെടുത്തി നായക പരിവേഷം ചാർത്തി കിട്ടിയ ഒരാളാണ് ആസ്തികൻ എന്ന് പറയുന്ന ബാലമുനി. പരീക്ഷിത് രാജാവിനെ തക്ഷകൻ ദംശിച്ച് കൊന്നതില് പകരം വീട്ടുവാനായാണ് പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം നടത്തിയത്. ഈ സർപ്പങ്ങളെല്ലാം ഈ യാഗാഗ്നിയിൽ വീണ് വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുഹൃത്തായ ഇന്ദ്രന്റെ അടുക്കലേക്ക് പോകുന്നു. ഇന്ദ്രൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതോടുകൂടി തക്ഷകനോടൊപ്പം ഇന്ദ്രനും ഇന്ദ്രന്റെ സിംഹാസനവും ഒക്കെ ഈ യാഗാഗ്നിയിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടും. അങ്ങനെ തക്ഷകന്റെ മരണം ഉറപ്പാകുന്ന സന്ദർഭത്തിലാണ് ഈ ആസ്തിക മുനി ഈ യാഗശാലയിലേക്ക് കടന്നു വരുന്നത്. ഈ ആസ്തിക മുനി എന്ന് പറയുന്നത് ജരത്കാരു എന്ന് പറയുന്ന ഒരു സന്യാസിക്കും ജരത്കാരു എന്ന് തന്നെ പേരുള്ള ഒരു നാഗകന്യയ്ക്കും ജനിച്ച പുത്രനാണ്. സന്യാസിയുടെയും നാഗകന്യകയുടെയും പുത്രനായി ജനിച്ച ആസ്തികന് ഈ രണ്ട് വംശങ്ങളുടെയും കഴിവുകൾ കൂടിച്ചേർന്നിരുന്നു എന്നും പറയപ്പെടുന്നു. ആസ്തികൻ ജനമേജയ രാജാവിനോട് ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ദോഷങ്ങളെക്കുറിച്ചും അതുണ്ടാകാവുന്ന പാപഫലങ്ങളെക്കുറിച്ചുമൊക്കെ ദീർഘമായി സംസാരിക്കുകയും ഒടുവിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ദുരന്ത ഫലം മനസ്സിലാക്കിയ ജനമേജയൻ ആസ്തികന് വേണ്ടി ഈ സർപ്പസത്രം നിർത്തിവെക്കുകയാണുണ്ടായത്. ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ വംശത്തെ മുഴുവൻ ഉന്മൂലനത്തിൽ നിന്ന് രക്ഷിച്ച ആസ്തികൻ എന്ന് പറയുന്ന ബാലമുനി മഹാഭാരത കഥയിൽ ഒരുപാടൊന്നും ചർച്ച ചെയ്യാതെ പോകപ്പെടുന്നുണ്ട് എങ്കിലും മഹാഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ നായകരിൽ ഒരാളാണ് ആസ്തിക മുനി എന്നുള്ളതാണ് വാസ്തവം.